ആന്ധ്രാപ്രദേശിൽ കണ്ടതാണ്. ഇതിന് വെറും 30 രൂപയാണ് ഇവിടെ ഒരു കപ്പിന്റെ വില. സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. ആന്ധ്രാപ്രദേശിൽ ഇത് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാലും പോലീസ് പിടിക്കില്ലെന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും ഇവിടുത്തെ വഴിയരികിലൊക്കെ ഇത് കാണാട്ടോ ഒരുപാട്. ആന്ധ്രാപ്രദേശിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ കയറിയാണ് നമ്മൾ കർണാടകയിലെ ഹുബ്ലിയിലേക്ക് ചെല്ലണത്. നല്ല ചൂടാണ് ഈ ഭാഗത്തെല്ലാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യണത്. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ചൂടാണ്, ഒന്നും കഴിക്കാൻ തന്നെ തോന്നണില്ല. അതുകൊണ്ട് ഇവിടുന്ന് പഴം വാങ്ങിയിട്ടാ. പഴത്തിന് 50 രൂപയാണ്. ഇത്രയും പഴമുണ്ട്, 50 രൂപ. യാത്രക്കിടയിലെ ഫുഡ് എക്സ്പെൻസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. മാഗി പോലുള്ള സാധനങ്ങൾ ഒന്നെങ്കിൽ കുക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ റൈസ് കറികൾ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യും. കർണാടകയിലെ ആന്ധ്രയിലെ നല്ല റോഡുകളെ പറ്റി, ഹള്ളി ആണെങ്കിൽ പോലും നല്ല റോഡുകളെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് കേരളത്തിലെ റോഡുകളാണ് നല്ലതെന്ന്. കേരളത്തിലെ റോഡുകളെക്കാട്ടി അടിപൊളിയാണ്. ഇതൊക്കെ ഹള്ളി ഏരിയയാണ്, വെറും ഹള്ളി. ഇവിടുത്തെ റോഡുകൾ നിങ്ങൾ നോക്കി കിടിലൻ റോഡുകളാണ്. ഒരുപാട് ആൾക്കാരാണ് എൻ്റെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്തത്. ഇതുവരെ ട്രാവൽ ചെയ്ത് വെച്ചാൽ ഈ കർണാടകയിലെ ആന്ധ്രയിലെ ഹള്ളി ഏരിയയാണെങ്കിൽ നല്ല റോഡുകളാണ്. ഗണ്ടിക്കോട്ടയിൽ ഒരു 2 ദിവസം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മുംബൈ പിടിക്കാനാണ് പ്ലാൻ. മുംബൈയിൽ നിന്ന് കിടിലൻ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. മുംബൈയിലേക്ക് എത്തിയിട്ട് ഞാൻ എന്താന്ന് പറയാം. മുംബൈയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അപ്പോൾ ഇവിടുന്ന് ഒരു 1000 കിലോമീറ്ററുണ്ട് മുംബൈയിലേക്ക്. ഏകദേശം ഇനിയിപ്പോൾ ഡയറക്റ്റ് മുംബൈ പിടിക്കാനാണ് പ്ലാൻ. ഇതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടാൽ കയറും. ഇനിയിപ്പോൾ ആന്ധ്രയിൽ നിന്ന് നമ്മൾ വീണ്ടും കർണാടക കയറി, കർണാടകയിൽ നിന്ന് ഹുബ്ലിയിലേക്ക് നമ്മൾ പോകണത്. ഹുബ്ലിയിൽ നിന്ന് വീണ്ടും നമ്മൾ മഹാരാഷ്ട്ര കയറും. അതാണ് നമ്മുടെ പ്ലാൻ. ഈ ഗണ്ടിക്കോട്ടയിലേക്ക് വരാൻ നേരം ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അത് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇവിടുന്ന് തിരിച്ചു പോകാൻ നേരം കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടും. ഗണ്ടിക്കോട്ട കാണാൻ പറ്റുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ ഈ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ പറയാൻ പോണത്. ഈ ഒരു വിജനമായ റോഡുകളാണ് ഇവിടെ. ശരിക്കും രാത്രിയൊന്നും ഈ റൂട്ടിലേക്ക് നിങ്ങൾ കയറി വരാൻ പാടില്ല, ഡേഞ്ചറാണ്. പിന്നെ പശു, ആട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ വട്ടം ചാടും. ഇത് കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു റൂട്ടിൽ കിട്ടില്ല. റിസോർട്ടുകളിൽ പറഞ്ഞാൽ അവർ കിട്ടുമെന്ന് തോന്നണം. പക്ഷേ അതിന് എത്രത്തോളം റേറ്റ് കൂടും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. നമ്മളിപ്പോൾ മലയാളികളായ കാരണം ഇവിടുത്തെ ഇവരുടെ ഭക്ഷണം നമുക്ക് പിടിക്കുകയില്ല. പിന്നെ നല്ല റേറ്റും ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 14 കിലോമീറ്റർ ടൗണിലേക്ക് ഉണ്ട്. 16 കിലോമീറ്ററുകളുണ്ട്. അപ്പോൾ അവിടെ പോയാലേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ നേരം ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം കയ്യിൽ കരുതുക. കഴിക്കാനുള്ള എല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ വന്ന് റിസോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. രാത്രി സമയത്ത് ഈ വഴിയുള്ള യാത്ര റിസ്ക്കാണ്. ഇതൊരു അൺസേഫ് ഏരിയയാണ് ശരിക്കും ഈ ഗണ്ടിക്കോട്ട ഫോർട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വീടുകളോ ആളുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല രാത്രിയൊന്നും ഇവിടെ. വിന്റർ സീസണിലെ ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വരാൻ പാടില്ല. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടെ. നമുക്ക് സഹിക്കാൻ പറഞ്ഞതിൻ്റെ അപ്പുറമാണ്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-11 മണി വരെയൊക്കെ നമുക്കിവിടെ പുറത്തേക്കാൻ പറ്റുള്ളൂ. 11 മണി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4:30-5 മണിയാവാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ ഒരു റൂട്ടിൽ. ആണ് ഇവിടുത്തെ ചെറിയൊരു ടൗണ്. നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് ഉള്ളിലേക്ക് ഗണ്ടിക്കോട്ടയിലേക്ക് കയറുന്നത്. ഇവിടെ കുറച്ച് ചെറിയ കടകളുണ്ട്. പക്ഷേ ഇവിടെ കാര്യമായിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കടകളും ചെറിയ സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അതൊന്നും നമുക്ക് പറ്റില്ല. ഇവിടുന്ന് പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പിന്നെ വൈൻ ഷോപ്പ് അങ്ങനെയുള്ള പിന്നെ ചെറിയ കടകൾ അതൊക്കെയാണ്. കുറച്ച് ആൾക്കാർ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങും വീടുകളൊന്നുമില്ല. പിന്നെ ഗണ്ടിക്കോട്ട ഫോർട്ടിനകത്തുള്ള വീടുകളാണ് അവിടെ ഉള്ളത്. ഗണ്ടിക്കോട്ട ശരിക്കും തീർച്ചയായും നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളി ഒരു സ്പോട്ടാണ്. കർണാടകയിൽ നിന്നൊക്കെ ഈസി ആയിട്ട് കയറി വരാൻ പറ്റും. ബാംഗ്ലൂർ, മൈസൂർ ആ ഒരു റൂട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്കൊരു 2 ദിവസമൊക്കെ ഫ്രീ ആയിട്ട് വന്ന് കറങ്ങി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്. ഇപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന മെയിൻ റോഡാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ജമളം കുടുവ അങ്ങനെ എന്തോ ആണ് ആ ഒരു ടൗണിൻ്റെ പേര്. എനിക്ക് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റാണ്. ഇനി നമ്മൾ നേരെ പിടിക്കാൻ പോണത് ഹുബ്ലിയിലേക്കാണ്. ഞാൻ ആന്ധ്രാപ്രദേശിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടാട്ടാ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണെന്ന് ഞാൻ പറയാനില്ല. ഈ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ എന്ത് കാണിച്ചാലും ചിലപ്പോൾ വയലേഷൻ അടിക്കും. എങ്ങനെയായിരിക്കും കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഇത് കുറച്ചങ്ങ് കുടിച്ചപ്പോൾ തന്നെ ശരീരം അങ്ങ് തണുത്ത്. വെറും 1 ലിറ്ററിന് ഇവിടെ വെറും 40 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഈ ഒരു കപ്പിന് 30 രൂപയാണ് വാങ്ങിയത് അവർ. വഴിയരികിലെല്ലാം കാണാൻ പറ്റും ഒരുപാട് കട ഇതേപോലെ. Storms on the roof, secret
വൈകിട്ടായി, ഇരുട്ടാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹുബ്ലിയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഹുബ്ലിയിലേക്ക് എത്താനായപ്പോൾ തന്നെ ഈ ഹുബ്ലി ഒരു വലിയ ടൗൺ ആണെന്ന് തോന്നുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ട്രെയിനിലൊക്കെ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യം ഒരു ടൗണിലേക്കാണ് നമ്മളിനി ചെന്ന് കയറാൻ പോകണം. ഇനി അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ. കാരണം റൂമൊന്നും എടുക്കാനില്ല. നാളെ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ നമുക്ക് എണീറ്റ് നേരെ മുംബൈ പിടിക്കണം. റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നമ്മൾ നിന്ന് ഡിലേ ആയി പോകും. നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 6 മണിക്ക് എണീറ്റ് അടുത്ത സ്ഥലം പിടിക്കും. റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മണി വരെയൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങി പോകും. അതാണ് ഞാൻ കൂടുതലും റൂം എടുക്കാൻ മടിക്കുന്നത്. അത്രക്കിടയിലെ ഫുഡ് എക്സ്പെൻസുകൾ അറിയാൻ പലർക്കും താല്പര്യമുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഹുബ്ലിയിൽ വന്നിട്ട് വൻ സീനാണ് കേട്ടോ. ഇവിടെ എങ്ങും നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടം വരെയുള്ള എല്ലാ സ്ഥലത്തും പമ്പിൽ ടെൻ്റ് അടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കര സീനാണ് പറഞ്ഞത്. ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ കള്ളന്മാരുടെ ശല്യമായിരിക്കും. ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. ഒരു പമ്പിൽ സമ്മതിക്കണില്ല കേട്ടോ നമ്മൾ ടെൻ്റ് അടിക്കാൻ നോക്കിയിട്ട്. ഒരിടത്ത് സമ്മതിക്കണില്ല. എല്ലാവരും പറയുന്ന സീനാണ്, ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നാ. ഇനിയിപ്പോൾ നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നൊന്ന് ചോദിക്കാൻ പോയേട്ടാ. എന്തായിരിക്കും പറയണം, അവിടുന്ന് ഓടിക്കുമെന്ന് അറിയില്ല. എന്തായാലും ചോദിച്ചു നോക്കാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനിലല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.